ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മധുര പലഹാരമായിട്ടാണ്. വളരെ ഈസി ആയിട്ടും എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്വീറ്റ് ഫിംഗർ എന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, കാരണം ഇത് കയ്യിൽ പിടിച്ച് കൊണ്ട് നടന്ന് നമുക്ക് കഴിക്കാവുന്ന ഒരു പലഹാരമാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു അര കപ്പോളം ഉള്ള അല്ലെങ്കിൽ അര ഗ്ലാസോളം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചെറു ചൂടുവെള്ളം. ഇതിനകത്തോട്ട് അര ടീസ്പൂണോളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ആവശ്യമാണ് ഇതിന്, കാരണം നമ്മളിതൊരു ബ്രെഡ് പോലെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് പിന്നെ ഞാൻ പുറകെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഈസ്റ്റ് ഒരു 5 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിങ്ങനെ പൊന്താൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതാ ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരിപ്പയിലോട്ടാണ് ആദ്യം ഇതൊന്ന് അരിച്ചിടുന്നത്, കാരണം എന്തെങ്കിലും ഈ കട്ട പിടിച്ചിട്ടൊക്കെ ഈ മൈദയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ 1 കപ്പോളം ഉള്ള മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല, പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം ബേക്കിംഗ് സോഡയാണെങ്കിലും ചേർക്കാം. ബേക്കിംഗ് സോഡയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ നേർപകുതി, അതായത് 1/4 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് അത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം, ഈ ഒരു അരിച്ചു വെച്ചിട്ടുള്ള പൊടികൾക്കുള്ളിൽ. ഇനി നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് നോക്കാം ആദ്യം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതാ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനത് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കിതൊരു ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ഒരു കണക്കിനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു പരുവാണ് കേട്ടോ ഇതിന് വേണ്ടിയത്. നമുക്കിനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം ഉള്ള എണ്ണ, അതായത് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മയമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 15 മിനിറ്റാണ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. 15 മുതൽ 20 മിനിറ്റ് വരെ മതിയാവും. അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു മാവ് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് നല്ല എയർ ടൈറ്റ് ആയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഫിലിം പേപ്പർ വെച്ചിട്ടാണ് മൂടി വെക്കുന്നത്. ഇപ്പോൾ ഫിലിം പേപ്പർ തന്നെ വേണം എന്നൊന്നുമില്ല, സാധാരണ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാനതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഇതാ അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓവൻ്റെ അകത്ത് ഒന്ന് വെച്ചാൽ മതിയാവും. ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഓവൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് 15 മിനിറ്റിനകത്ത് തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, നന്നായിട്ട് ഇങ്ങനെ വീർത്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതാ ഞാനിനി ഒരു സ്പാച്ചിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ കൊണ്ടൊക്കെ തൊടുവാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് നമുക്കൊന്നും ചെയ്യാൻ മേലാത്തൊരവസ്ഥയായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സ്പാച്ചിലോയോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയാൽ മതിയാവും. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മിക്സ് നമ്മളിതൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ട് ഞാനിപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടൊന്ന് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിനകത്തോട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബാഗിനകത്തോട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു സാധാരണ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന കുഞ്ഞ് സ്പൂൺ ഉണ്ടല്ലോ, ടീസ്പൂൺ, ആ ടീസ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ചെറുതായിട്ട് കോരി നമുക്കിതിനകത്ത് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാൻ പറ്റും. ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൈപ്പിംഗ് ബാഗിൻ്റെ നോസിൽസ് ഉണ്ടെങ്കിൽ, അതായത് കേക്കൊക്കെ ഉണ്ടാക്കുന്നവർക്ക്
അറിയാം, നമുക്ക് പല സൈസിലും പല ഷേപ്പിലൊക്കെയുള്ള നോസിൽസ് കിട്ടും. അതുണ്ടെങ്കിൽ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അറ്റത്ത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അറ്റത്ത് ഒരു കത്രിക കൊണ്ടൊന്ന് വെട്ടി ആ വരുന്ന ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് ഒന്നും കിട്ടത്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു അത് വരുന്ന പോലെ അങ്ങ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നോസിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചൂടായി വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ അറ്റത്താണ് ഞാൻ കത്രിക കൊണ്ടൊന്ന് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കയറ്റിയിട്ടാണ് വെട്ടുന്നത്, കാരണം നമുക്ക് ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് കയറ്റി വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഈ എണ്ണയിലോട്ട് ഇതൊന്ന് പ്രസ് ചെയ്തൊന്ന് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞ് പോകാൻ ഇച്ചിരി പാടായതുകൊണ്ട് നമ്മളൊരു കത്രിക കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ കത്രിക ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചൂടുള്ള എണ്ണയിലൊന്ന് മുക്കിയെടുത്താൽ മതിയാവും നമ്മുടെ കത്രിക. പിന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ ഞാനിപ്പോൾ കാണിക്കാം, അതിങ്ങനെ കട്ട് ചെയ്ത് വരും. അപ്പോൾ അതാ ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ അങ്ങ് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇത് വരിക. അപ്പോൾ അത് നോസിലില്ലാത്തത് കൊണ്ടാണ്, പക്ഷേ ടേസ്റ്റിന് യാതൊരു വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതാ കണ്ടില്ല, ഞാൻ കത്രിക കൊണ്ട് വളരെ ഈസി ആയിട്ടാണ് മുറിക്കുന്നത്. അത് നമ്മൾ എണ്ണയിൽ ഇടയ്ക്ക് ഒന്ന് കത്രിക ഒന്ന് മുക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ഒന്ന് വറുത്ത് കോരി എടുക്കണം. പെട്ടെന്ന് തന്നെ വറുത്ത് കോരണം കേട്ടോ. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഉള്ളൊക്കെ വെന്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള്. ഇതാണ് നമ്മുടെ ഒരു ഫിംഗർ ആയിട്ട് വരുന്നത്. നമുക്ക് ആ ഫിംഗറിന് ഇച്ചിരി മധുരം കൂടെ ചേർക്കണം. അത് ഞാൻ പിന്നീട് അത് തുടർന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് ബാച്ചായിട്ട് ഇതൊന്ന് കോരി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിൽ ഇതുപോലത്തെ ഒരു നെറ്റാണിത്, ഇതിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഒരു ഷേപ്പ് കിട്ടാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നോസിലുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ശരി, നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബ്രെഡിൻ്റെ മിക്സ് തന്നെയാണ്. നമ്മളത് ഈ ഒരു പരുവത്തിലും ഈ ഒരു രൂപത്തിലും ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് നടുവേ ഒരു പീസ് എടുത്തിട്ട് ഞാൻ മുറിച്ച് കാണിക്കാം ഇത് എത്രമാത്രം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണേന്നുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇപ്പം ആ മുറിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റാണ് ഉള്ളിൽ, പുറമേ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നമുക്ക് ഇട്ട് വെക്കാനായിട്ട് ഒരു പഞ്ചസാര പാനി തയ്യാറാക്കണം, ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു കപ്പോളമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കപ്പ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് കപ്പ്, ഞാനിവിടെ 200 ml ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണ് പഞ്ചസാര അളന്നത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും വെള്ളം തുല്യ അളവിൽ എടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണോളം ഉള്ള അല്ലെങ്കിൽ ഒരു 2-3 നുള്ളോളം ഉള്ള മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. നമ്മളിവിടെ ഫുഡ് കളറൊന്നും അല്ല ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടിയാണ്. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തു എന്ന് ഓർത്തുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ഒരു രുചി പോലും ഇതിനകത്ത് വരത്തില്ല കേട്ടോ. ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് 2-3 നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ മാക്സിമം മാത്രം ചേർക്കുക. ഇനി നമുക്കിതൊന്ന് കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര പാന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു ഫിംഗർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ആ ഒരു പഞ്ചസാര പാനിയിലൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെല്ലാം ആ ഒരു ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പല രീതിയിലും കഴിക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വിളയിച്ച പോലെ നന്നായിട്ട് ഇളക്കി അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ഗുലാബ് ജാമുൻ കഴിക്കുന്നത് പോലെ ഒരു പാത്രത്തിൽ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് 2-3 ഫിംഗറും അതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് രണ്ടും അല്ല ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ഒന്ന് കോരിയെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറി കഴിയുമ്പം അങ്ങ് കഴിക്കുവാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ഈ ബാക്കി വരുന്ന ഷുഗർ സിറപ്പ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു സെർവ് ചെയ്യുന്ന ഒരു ബൗളിലോട്ട് നമ്മളിത് മാറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. ഞാൻ പിന്നെ ഓർത്തു ഇത്രയും പഞ്ചസാര അകത്തോട്ട് ചെല്ലണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു 3 ഓപ്ഷൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഈ ഒരു പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല, കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പിൽ ഉണ്ടായിരുന്ന ഏലക്ക അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വെക്കാം കേട്ടോ. അത് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും എടുക്കുന്നത് കാണാനോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കതെടുത്ത് മാറ്റാം. എന്തായാലും നമ്മുടെ ഷുഗർ സിറപ്പിൽ ആ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് ഫിംഗർ ഇവിടെ റെഡിയാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്വീറ്റ് ഫിംഗർ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.